ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് അനീഷുമായിട്ടുള്ള ആ ഒരു പ്രശ്നം കഴിഞ്ഞാൽ ആദിലയും നൂറയും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ടേ. ഈ സമയത്ത് ആദില പറയുന്നുണ്ട്, ഇയാൾ വന്നു നിന്നിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ കറക്റ്റ് തന്ത വന്നതെന്ന് പറയുന്ന പോലെ തന്നെ തോന്നും. എന്നുവെച്ചാൽ ആദിലയുടെ അച്ഛൻ വന്നതെന്ന് പറയുന്ന പോലെ തന്നെ തോന്നും. ഈ പേടിപ്പിച്ച് നിർത്തുന്നതൊക്കെ കണ്ടാൽ കറക്റ്റ് തന്തയാണെന്നേ പറയത്തുള്ളൂ. ഞാൻ ചെയ്തതെല്ലാം നല്ല കാര്യമൊന്നും അല്ല ബേബി, ഞാൻ ഇവിടെ മിണ്ടാതിരിക്കാനൊന്നും വന്നതല്ല, ഞാൻ പോയി സ്റ്റാർട്ട് ചെയ്തതല്ല, നമുക്ക് ചുറ്റും ഇരുന്നവരെല്ലാം കണ്ടിട്ടുണ്ട് എന്ന് ആദില പറയുന്നുണ്ട്. അപ്പൊ നൂറ പറയുന്നുണ്ട്, വാക്കാൽ എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ ഇങ്ങനെ ബെഡ്ഷീറ്റ് സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നതൊക്കെ നിർത്തണം, കൺട്രോൾ ചെയ്യണം, അങ്ങനെ ചെയ്യരുത്. ദേഷ്യം പ്രകടിപ്പിക്കുന്നവരോട് ലാലേട്ടൻ എന്താണ് പറയുന്നതെന്ന് ബേബിക്ക് അറിയാലോ. അത്രയും വലിയ മനുഷ്യനൊക്കെ വന്ന് എന്ന് തരുന്ന ഉപദേശങ്ങൾ എന്താണെന്ന് അറിയാമല്ലോ. ദേഷ്യപ്പെടാം, പക്ഷെ അതിനും ഒരു കൺട്രോൾ ഒക്കെ വേണം. മറ്റുള്ളവരുടെ സാധനങ്ങൾ വലിച്ചെറിയുക അല്ലെങ്കിൽ തൊട്ട് കളിക്കുക അങ്ങനെയൊന്നും ആവരുത്. എന്ന് വെച്ചാൽ സൈലന്റ് ആയിട്ട് നിൽക്കാനല്ല പറയുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഉപദേശമാണ് നൂറ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിൽ അനീഷിനെ പറ്റി പറയുന്നുണ്ട്, എനിക്ക് അയാളെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അയാളുടെ വൃത്തികെട്ട ഗെയിം എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒട്ടും തന്നെ പറ്റുന്നില്ല. പ്രായമായതാണെങ്കിൽ അതെങ്കിലും പറയാം, പക്ഷെ ഇത് പ്രായത്തിൻ്റെതായിട്ടുള്ള പക്വതയുമില്ല, നിലവാരമില്ലാതെ ഒരു കാര്യം തന്നെ 100 തവണ പറഞ്ഞുകൊണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ ആദില പറയുന്നുണ്ട്. ഈ ഒരു ഡിസ്കഷനിൽ എന്നെ ശരിക്കും ഞെട്ടിച്ചത് നൂറയാണെന്ന് പറയാം. ആദില അവിടെ തുടരണം എന്ന് ആദിലേക്കാൾ ആഗ്രഹിക്കുന്നത് നൂറയാണെന്നുള്ളൊരു കാര്യം നമ്മൾ പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്രയും നല്ല ഉപദേശങ്ങൾ നൂറ ആദിലേക്ക് നൽകിയിരിക്കുന്നത്. ദേഷ്യം കൺട്രോൾ ചെയ്യണമെന്നും അതേപോലെ മറ്റുള്ളവരുടെ സാധനം തൊട്ട് കളിക്കരുത് എന്നും ഒക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. നൂറയ്ക്ക് ഒരു പക്വതയുണ്ട് കേട്ടോ. നൂറ ഇസ് വെരി മെച്യൂർ. അതിലേക്കാളിലും ഒരുപാട് മെച്യൂരിറ്റി ഉള്ള രീതിയിലാണ് നൂറ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ. അപ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെയാണെന്ന് തോന്നുന്നു. നൂറയ്ക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഓഡിയൻസ് എന്ത് കാര്യത്തെ നെഗറ്റീവായിട്ട് കാണുമെന്ന് അറിയാവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.